guys, we're going to family. Daddy put. Subscribe ചെയ്യണം, like ചെയ്യണം, comment ചെയ്യണം, Yes guys, അപ്പോൾ നമ്മളിപ്പോൾ എവിടെയാണ്? അപ്പോൾ നമ്മളുടെ ആദിയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ബർത്ത്ഡേയുടെ ഭാഗമായിട്ടുള്ള ഒരുക്കങ്ങൾ സ്റ്റാർട്ടായിക്കാണ്. അപ്പോൾ ബർത്ത്ഡേക്ക് നമ്മൾ അവന് സാധാരണ കാർബേക്ക് ചെയ്യാറുണ്ടല്ലോ, ബർത്ത്ഡേയുടെ എല്ലാ കൊല്ലം ചെയ്യാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് അശ്വതി സ്റ്റുഡിയോ ആൻഡ് കളർ ലാബ്. അടിപൊളി. അപ്പോൾ നമ്മളുടെ അശ്വതി സ്റ്റുഡിയോ പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങാണ്. അതെ, അപ്പൊ അപ്പുവിന്റെ ഫോട്ടോ എടുത്തു. നമ്മുടെ ഇവിടെ വന്നപ്പോ ഉള്ള ഫോട്ടോസ് മൊത്തം എടുത്തു. ഞങ്ങള് ആദ്യം 2 ഫോട്ടോ അപ്പുവിന്റെ ഫോട്ടോ എടുക്കാൻ വന്നേ, പക്ഷെ ഞങ്ങൾ അതിന്റെ ഇടയിൽ കൂടെ 2-3 ഫോട്ടോ ഞങ്ങള് അപ്പൊ കിടിലൻ ഫോട്ടോസും കിടിലൻ പ്രിന്റാണ്. നിങ്ങൾ കണ്ടിണ്ടാവും, നിങ്ങൾക്ക് അതിന്റെ ഇത് മനസ്സിലായിണ്ടാവും. അപ്പൊ നമ്മൾ ഇനി ഇവിടെ നിന്ന് ഇറങ്ങാണ് അടുത്ത സ്ഥലത്ത്. അപ്പൊ നമ്മള് അടുത്ത സ്ഥലത്തെത്തി. നമ്മുടെ ആദ്യയുടെ കേക്ക് മേടിക്കാൻ. അപ്പൊ നമ്മളെ കേക്ക് വേണ്ടിലേക്ക് വന്നേക്കാണ് ആദ്യയുടെ ബർത്ത്ഡേ കേക്ക് പറയാനായിട്ട്. അപ്പൊ സാധനം എങ്ങനത്തെ മോഡലാണെന്ന് നോക്കാനായിട്ട് റൈറ്റ് കേക്കുകളുണ്ട്. നമ്മള് ആദ്യയുടെ 3rd ബർത്ത്ഡേക്ക് വാങ്ങിച്ച കേക്ക് ഇവിടുന്നായിരുന്നു. അത് ഒരു അഡാറ് കേക്കായിരുന്നു. എല്ലാവരും കഴിച്ചവർക്ക് ഇഷ്ടമായി. ഇത് നട്ടി ബബ്ലിയാ, അതാണ് പറഞ്ഞിരിക്കണ ഗൈസ്. കേക്ക് വേൾഡ് കഴിക്കണം. ചോക്ലേറ്റ് ഫുള്ള് ഇടുമ്പോളാ മാർബിൾ കേക്ക്. അമ്പോ ഗോൾഡ് ഷോ. ഇതല്ല സാധനം. നമ്മൾ ബലൂൺ സെലക്ട് ചെയ്യാണ് കഴിച്ച്. നമ്മള് ഇത് ഒരു ഓപ്ഷൻ വന്നുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു കളർ. 2 ആദ്യ ഡ്രസ്സായിട്ട് മാച്ചുള്ള കളർ. പ്രിങ്കിൾ മാമന് വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ മറ്റേത് ടൈം നീ ഇറങ്ങുമ്പോൾ ഈവനിങ് അല്ലേ? ഈവനിങ് എടുക്കാം. ഞാൻ ഒരു 6-7 മണിയാകുമ്പോ കേക്കിന് ഓർഡർ കൊടുത്തു. നാരൂത്തോന്റെ കേക്ക് 7th ബർത്ത്ഡേ കിട്ടുന്ന സാധനം. എന്റെ മോനെ ഹംദാനെ നീ കാണണമെങ്കിൽ ഭരത്തൊക്കെ കാണണമെങ്കിൽ മനുഷ്യന്മാരല്ല, അതേ സൂപ്പർ ഹീറോസ്.
ആദി നിനക്ക് ചൂണ്ടണ്ട, നിനക്ക് വേറെ സാധനം വാങ്ങിച്ചിട്ടുണ്ട് കൊടുക്കാൻ. ആ അതെടുത്തോ. അത് വേറെ ഇത് വേറെ അപ്പ സോറി അപ്പ ഇവിടെ ഓർഡർ കിട്ടു. എനിക്കൊരു കിൻഡർ ജോയ് വാങ്ങിച്ചു തന്നുണ്ട് ഗൈസ്, കൊറേ നാൾക്ക് ശേഷം. ഹായ്. അപ്പൊ ഞങ്ങള് വെട്ടുകാട് പള്ളി അപ്പൊ അവിടെ തമിഴ് മാസം നടന്നുകൊണ്ടിരിക്കുക. ഇവിടെ വരികയാണ് ക്യാൻറ്റീനിൽ കത്തിക്കാൻ. Yes. അപ്പോൾ ക്യാൻറ്റീനിൽ കത്തിച്ചിട്ട് പിന്നെ അച്ഛൻ്റെ പള്ളിക്കകത്ത് കത്തിക്കാൻ അപ്പൂസിന് കാണുവാനില്ലാണ്ടായി. ഫോണും ജിമ്പലും എല്ലാം എൻ്റെ കയ്യിലായിരുന്നു. അപ്പൊ ഞങ്ങൾ ഇവരുടെ കയ്യിലാണ് ഫോൺ വിളിച്ചിട്ട് ഞാൻ മരുന്ന് കടയിൽ പോയിട്ട് മരുന്ന് വാങ്ങിച്ചിട്ട് തിരിച്ചു വന്ന് ഇവരെ കാണാനില്ല. അപ്പൊ ഈ അങ്കിളാൻ്റെ ഫോണിൽ നിന്നാണ് വിളിച്ചത്. ഞാൻ ഒരു അനോണിമസ് നമ്പർ ഉണ്ട്, പിന്നെ എനിക്ക് മനസ്സിലായി നിങ്ങൾ തന്നെ ആവുള്ളൂ. അപ്പൊ താങ്ക് യു. ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ കാണാറുണ്ട്. നമ്മളെ ഇത് പേര് പറഞ്ഞു അരുൺ ആന്റണിനെ കണ്ടു. അപ്പോ വളരെ സന്തോഷം വന്നു. അപ്പൊ താങ്ക് യു സോ മച്ച്. ഇനിയും കണ്ടൊക്കെ സപ്പോർട്ട് ചെയ്യാം. ഓക്കെ. ബർത്ത്ഡേ ആണ് നാളെ ചെറുതിന്റെ. അപ്പൊ ഇവിടെ പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ട് വന്നത്. ഓക്കെ, താങ്ക് യു.
അപ്പൊ ഞങ്ങളത് പ്രാർത്ഥിച്ചു. കുർബാന നടക്കുന്നുണ്ട്. ഞങ്ങൾ വന്നപ്പോ തമിഴ് കുർബാന ആയിരുന്നു, ഇപ്പൊ മലയാളമായി അല്ലേ. അപ്പൊ ആദ്യം പ്രാർത്ഥിച്ചു, ഞങ്ങൾ പ്രാർത്ഥിച്ചു എല്ലാവരും. അപ്പൊ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പൊ നേർച്ച ഇടണം. അപ്പൊ അത് ഫ്രണ്ടിലേക്ക് പോയിട്ട് വേണം. അതെ. അപ്പൊ ഇനി ഞങ്ങൾ അപ്പുറ സൈഡിൽ കൂടെ പോയിട്ട് നേർച്ചിട്ടിട്ട് അവിടെ നിന്ന് ഞങ്ങള് പോവും. അതെ, ആദ്യം അവിടെ നിന്ന് കളിച്ചോണ്ടിരിക്കട്ടാ. കളിക്കാൻ നമ്മൾ ബീച്ചിലൊന്നും വന്നിട്ടില്ലേ, പരീക്ഷ കഴിഞ്ഞിട്ട് വരാന്ന് വെച്ചിട്ടാണ്. ഇവിടെ എപ്പോഴും തിരക്ക് തന്നെയാണ്, എപ്പോഴും തിരക്കാണ്. അതെ, ഇവിടെ എപ്പോഴും തിരക്ക് തന്നെയാണ്. ഹിന്ദുസ് ഞാൻ കാലിലെത്തി നിൽക്കുമ്പോ അവിടെ അങ്ങനെയൊന്നുമില്ലല്ലോ, എല്ലാവരും പ്രാർത്ഥിക്കുക, എല്ലാ ദൈവങ്ങളോട് പ്രാർത്ഥിക്കുന്നു. ഇവിടെ പറഞ്ഞു പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളും നടക്കുമെന്നുള്ളതാണ്. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ട് അതിന് നന്ദി പറയാൻ വരുന്നവരും ഇനി അവരുടെ ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് വരുന്നവരും. ഞങ്ങളൊരു 4 ഫോട്ടോ കൊടുത്തിട്ട് എടുക്കട്ടെ. നല്ലൊരു ആംബിയൻസ് ആണ്. അവിടെ കുർബാന നടക്കണ കാരണം ആൾക്കാരുടെ അടിയിലുള്ള നനച്ചപ്പെട്ടു അങ്ങോട്ട് നേരെ കയറി പോയി. അപ്പൊ നമ്മളിവിടെ നേർച്ചിട്ടു. നമ്മുടെ പള്ളിയുടെ അവിടെ നമ്മൾ നേർച്ചിട്ടാണ് പറഞ്ഞത്. അതെ, അപ്പൊ നമ്മൾ ഇവിടുന്ന് പോവാ. അപ്പൊ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തോടത്തേക്ക് പോവാണ്ട് കഴിഞ്ഞിട്ട് വേണം ഇനി അമ്പലത്തിൽ. നിങ്ങളിത് കാണുന്ന എല്ലാവരും നമ്മുടെ ആദീസിനെ ബ്ലസ് ചെയ്യാ, വിഷ് ചെയ്യാ, എല്ലാം ചെയ്യാ. കിടന്ന് ചാടി മറിഞ്ഞ് നടക്കുന്നു. അന്നേ ഞാൻ തന്നെ ചാടി മറിഞ്ഞു. ചിമ്പൊന്നും പേടിയില്ല. അപ്പൊ ഞങ്ങളുടെ ഇവിടുത്തെ വെട്ടുകാടുത്തെ പരിപാടി കഴിഞ്ഞ അപ്പൊ പിടിക്കുന്ന വണ്ടി വരുന്നുണ്ട്. അപ്പൊ ഇനി ഞങ്ങള് നമ്മുടെ കാറിലേക്ക് പോവാണ്. നമ്മുടെ കാറ് പാർക്ക് ചെയ്യാൻ കുറച്ച് അപ്പുറത്താ. അപ്പൊ ഇവിടെ പാർക്ക് ചെയ്യാനായിട്ട് ഫുള്ളാണ് ഇവിടെ. ഇനി ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് വണ്ടി എടുത്ത് നേരെ അതെ അങ്ങോട്ട് പോകും, അമ്പലത്തിലേക്ക് പോവാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ അടുത്ത സ്ഥലം നിങ്ങൾ കാണാം. നമ്മുടെ വീടിന്റെ അടുത്തുള്ള അമ്പലത്തേക്ക് തന്നെ പോണേ. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മൾ പോണ അമ്പലം. അപ്പ ത്തുള്ള വിഷ്ണുവിന്റെ അമ്പലത്തിന്റെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ ആദീസ് ഉറങ്ങി അവിടെ എത്തുമ്പോ എണിച്ചോളും. അപ്പൊ ഇവിടെ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നിട്ടാണ് നമ്മള്. അപ്പൊ നട തുറന്നു. അതെ, ഇപ്പൊ ഞങ്ങൾ എത്തിയപ്പോ കറക്റ്റ് നട തുറന്നു. നമ്മുടെ ആദീസിന് എല്ലാവിധ അനുഗ്രഹങ്ങളും. ഇവിടെയാണ് ആദീസിനെ എഴുത്തിനിരുത്തിയ അമ്പലം.